1925 മാർച്ച് 12 നടന്ന ഒരു സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണിത്. ഈ സംഭവം എന്ന് പറയുന്നത് രണ്ട് യുഗപുരുഷന്മാർ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ യുഗപുരുഷൻ എന്ന് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു സ്വാമികളെയാണ്. പക്ഷേ എന്നാൽ പോലും അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധി. ഈ മഹാത്മാഗാന്ധിയും ഒരു യുഗത്തിലൊക്കെ ഇങ്ങനെ ഒരാളെ ഉണ്ടാകാറുള്ളൂ ഈ ജന്മം. അത് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരുന്നു. ഇവർ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച നടക്കുന്നത് 1925 മാർച്ച് 12 ഇന്നേക്ക് 100 വർഷം തികയുന്നു. അതാണ് അതിൻ്റെ ശതാബ്ദി എന്ന് പറയുന്നത്. വളരെയധികം നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയൊക്കെ നീക്കിക്കളയാനായിട്ട് ഈ രണ്ട് മഹാത്മാക്കളും ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട്. ആ ശ്രമം ഫലവത്തായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു പരിധി വരെ കുറച്ചൊക്കെ അത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും ദുഷ്ടശക്തികൾ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അന്ന് നമ്മൾ ആലോചിച്ചോണം, ഈ അയിത്തം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണിരുന്ന കാലമാണ്. ഇന്നതില്ലേ? ഇന്നുമുണ്ട്. ഈ അയിത്തത്തിനെതിരെയുള്ള വകുപ്പാണ്, അത് നിരോധിച്ചുകൊണ്ട് അത് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള വകുപ്പാണ് നമ്മുടെ ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പാണ്. പക്ഷേ അതിപ്പോഴും നിർബാധം തുടരുകയല്ലേ? നമ്മൾ കാണുന്നില്ലേ ആനുകാലിക സംഭവങ്ങൾ? നമ്മൾ ഒരുപാട് കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഇയാൾക്ക് പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ, അല്ലെ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ, അല്ലെ ഇസ്ലാം മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ, ഞങ്ങളുടെ മതത്തിൽ എന്തിന്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. എല്ലാ മതങ്ങളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത്, ഞാൻ പഠിച്ചേക്കുന്നത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാറുണ്ട്. ഒരു മതത്തിന് ഞാൻ എതിരല്ല. പക്ഷേ മതത്തിൻ്റെ പേരിൽ നടന്ന പേക്കൂത്തുകൾ നടത്തുന്നവർക്ക് എതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇനിയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ പറയുന്നവന്മാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വ്യത്യാസം ആ കാര്യത്തില്ല. കാരണം നാടിന് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജനനന്മയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന തിന്മകളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ചെയ്യുന്നത്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ അത് എൻ്റെ ഭാഗത്ത് അതിൽ ശരികൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇനി അത് പോയിക്കോട്ടെ. ഈ വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് നമ്മളെല്ലാം കേട്ട് കാണും. എന്താ കാര്യം? വൈക്കത്ത് ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള റോഡിലൂടെ, അതായത് യഥാർത്ഥത്തിൽ ഇന്നത്തെ MC റോഡാണ്, അതിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രാഹ്മണർക്ക് പിന്നെ നായന്മാർക്ക് അവർക്ക് പുറമെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അതെന്താ കാര്യം എന്ന് എനിക്കറിഞ്ഞൂടാ. ക്രിസ്ത്യാനികൾക്കും പ്രശ്നമില്ല. പക്ഷേ ഈഴവ സഹോദരങ്ങൾ നടക്കാൻ പാടില്ല. നമ്മുടെ അന്ന് ഹരിജനങ്ങളെന്ന് വിളിക്കപ്പെട്ടിരുന്ന, ആ മഹാത്മാഗാന്ധി വിളിച്ചിരുന്നതാണ് അവരെ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിച്ചിരുന്ന പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങൾക്ക് അതിൽ നടക്കാൻ പാടില്ല. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാം ആ റോഡിലൂടെ, മനുഷ്യന് നടക്കാൻ പാടില്ല എന്നുള്ളൊരു കാടൻ തത്വം കൊണ്ടുവന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥത്തിൽ അന്ന് ആ അമ്പലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാൻ ഈ തന്ത്രിമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്ത്രി എന്ന് പറയുന്ന വലിയ ആളാണെന്നും ഈ അതവർ ലോക പ്രശസ്തരാണെന്നും അവരെ കഴിഞ്ഞ് വേറൊന്നും ഇല്ലെന്നും അവരില്ലെങ്കിൽ പ്രളയമാണെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. അവിടെ അന്ന് ഈ വൈക്കം ക്ഷേത്രം നോക്കി നടത്തിക്കൊണ്ടിരുന്നത്, അവരെ പരിപാലിച്ചിരുന്നതും ഒക്കെ ഇണ്ടംതുരുത്തി മന എന്ന് പറയുന്ന ഒരു മനയുണ്ട്. അത് വൈക്കം ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ്. ഈ ഇണ്ടംതുരുത്തി മനയിലെ നമ്പൂതിരിയാണ്. വളരെ ആഠ്യത്വമുള്ള ആളാണ്, വലിയ ആളാണ് എന്ന് സ്വയം പ്രഖ്യാപിത രാജാവിനെ പോലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. അവിടെ ഈ റോഡിലൂടെ മനുഷ്യന് നടക്കാൻ പാടില്ല എന്നുള്ളത് വന്നപ്പോൾ ശ്രീ കുമാരനും അതുപോലെ തന്നെ ശ്രീ മാധവനും ഒക്കെ പോയി മഹാത്മാഗാന്ധിയെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ തിരുനെൽവേലിയിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞു. കേട്ടിട്ട് ഗാന്ധിജിക്ക് സഹിക്കാൻ പറ്റിയില്ലത്. കാരണം ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതി, മനുഷ്യന് റോഡേ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് അവിടെ വരെ. അങ്ങനെയാണ് ഗാന്ധിജി 1924 മാർച്ച് 30 മഹാത്മാഗാന്ധി വൈക്കത്ത് വരുന്നത്. ഈ വൈക്കം സത്യാഗ്രഹം നടത്തുകയാണ്. ഇതിനെതിരെയുള്ള സത്യാഗ്രഹ സമരം നടക്കുകയാണ് അവിടെ. അതിൻ്റെ മുൻപന്തിയിൽ ഈഴവ സഹോദരങ്ങളാണ്, സഹോദരൻ അയ്യപ്പനൊക്കെ ഉൾപ്പെടെയുള്ള ഈഴവ സഹോദരങ്ങളാണ്. ശ്രീനാരായണ പ്രസ്ഥാനമുണ്ട്. അത്
അപ്പോൾ അവരും എല്ലാം കൂടെ ചേർന്നാണ്, ഗുരു അറിഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്, ഗുരുവിൻ്റെ ശിഷ്യന്മാരും അവരും ഒക്കെയാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി വന്നു. മഹാത്മാഗാന്ധി ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അദ്ദേഹം അന്ന് ഒരു തീപ്പൊരിയാണ് നമ്മുടെ രാജ്യത്ത്. അതായത് ഒരു നന്മയുടെ ഒരു മൂർത്തിമത് ഭാവം എന്ന് പറയാം. ആ രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മഹാത്മാഗാന്ധി അന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നായകൻ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കിന് മറുവാക്കില്ലാത്ത ഒരു സമയം. ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാരും കേൾക്കുന്ന സമയം. പക്ഷേ വൈക്കത്ത് അവിടെ വന്നു. വൈക്കത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി വന്നത് ഈ നമ്പൂതിരിയെ, ഞാൻ പറഞ്ഞില്ല ഇണ്ടന്തുരുത്തി നമ്പൂതിരി ഉണ്ടല്ലോ, ഇണ്ടന്തുരുത്തി മന, ആ മനയിലെ നമ്പൂതിരിയെ കണ്ട്, അദ്ദേഹമാണല്ലോ ഓൾ ഇൻ ആള്, അദ്ദേഹത്തിനെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം, നിങ്ങളിത് പെർമിറ്റ് ചെയ്യണം. കാരണം ഇയാളാണ് ഈ തടയുന്നത് മുഴുവൻ. ഇയാൾ പറഞ്ഞാൽ അന്ന് അവിടെ നടക്കും. അതല്ല, ഞാൻ പറഞ്ഞില്ലേ സ്വയം പ്രഖ്യാപിത രാജാവാണ് അവിടുത്തെ. അപ്പോൾ മഹാത്മാഗാന്ധി വന്നു. പക്ഷേ മഹാത്മാഗാന്ധി ഒരു വൈശ്യനാണ്, വൈശ്യകുലത്തിൽ ജനിച്ചുപോയി. അതുകൊണ്ട് കാര്യം എന്തെന്നറിയോ, മഹാത്മാഗാന്ധി അവിടെ കയറുന്നതിന് അയിത്തമുണ്ട്, തീണ്ടലാണ് ഈ മനയിൽ. അതുകൊണ്ട് ഈ നമ്പൂതിരി എന്താ ചെയ്തതെന്നറിയോ, മഹാത്മാഗാന്ധി ഇത്രയും വലിയ മഹാത്മാവിനെ, മഹാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ സംബോധന ചെയ്തത് ആദ്യം പേരിട്ടത് ആരാണെന്നറിയോ? അത് പേരിട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യ കണ്ടേക്കുന്ന അന്തർദേശീയ തലത്തിൽ ആദരണീയനായ നമ്മുടെ ഇന്ത്യയുടെ കവി, ഇന്ത്യയുടെ സാഹിത്യകാരൻ, ഇന്ത്യയുടെ പ്രബുദ്ധനായ നേതാവ് എന്ന് വേണം പറയാൻ. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്, ഗാന്ധിക്ക് മുമ്പ് മഹാത്മാ എന്നുള്ള പേര് ചേർത്തത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറും ഇതേപോലെ ശ്രീനാരായണ ഗുരുവിനെ വന്ന് കണ്ടു. അതായത് ഗാന്ധിജി വരുന്നതിന് ഏതാണ്ട് 2.5 വർഷം മുമ്പ് അവിടെ വന്നു കണ്ടു. കണ്ടതിന് ശേഷം പറഞ്ഞു അദ്ദേഹം, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുപോലൊരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും വലിയൊരു മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞു. അതായത് പ്രവാചക തുല്യനായ മനുഷ്യൻ, ഞാൻ ഇതുവരെ ഒരാളെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളെ കാണാനിടയായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതേ വാചകം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം. ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഈ രവീന്ദ്രനാഥ് ടാഗോർ പോലും ആദരിക്കുന്ന ആളാണ്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി അവിടെ വന്നേക്കാണ്. വന്നപ്പോൾ ഈ നമ്പൂതിരി ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല. മാത്രമല്ല മഹാത്മാഗാന്ധി വീട്ടിനകത്തേക്ക് കയറ്റാനും തയ്യാറായില്ല. മഹാത്മാഗാന്ധിക്ക് ഇരിക്കാനായിട്ട് ഒരു ചെറിയ പന്തൽ കെട്ടി കൊടുത്തു മുറ്റത്ത്, ഇയാളുടെ മുറ്റത്ത്. അപ്പോൾ ആലോചിച്ചോണം, പണ്ട് ഈ തീണ്ടലും തൊടിയിലുമുള്ള കാലത്ത്, അയിത്തം ആചരിക്കുന്ന കാലത്ത്, ഈ ജാതിയിൽ താഴ്ന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം വീട്ടിനകത്ത് കയറ്റി കൊടുക്കത്തില്ല. മുറ്റത്ത് അവിടെ ഇരുന്ന് കുമ്പിള് കുത്തി മണ്ണ് കുഴിച്ച് അതിനകത്ത് വെച്ച് കഴിച്ചോണം. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാലമാണത്. ഈ കാലം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഈ കാലം എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് എൻ്റെ വളരെ കൊച്ചുനാളിലാണ്, എനിക്കിത് ഓർമ്മയുണ്ട്. അപ്പം ഇത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പാവങ്ങൾ അത് ജോലിക്ക് വരുന്ന ആളുകളാണ്. ഈ കള പറിക്കാനും അതുപോലെ ഞാറ് നടാനും വയലിൽ പണിയാനും വരുന്നതും നമ്മുടെ ഈ കാളകളെ പൂട്ടാനും കന്ന് പൂട്ടാനും ഒക്കെ വരുന്ന ആളുകളൊക്കെ അവർ യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരാണ്. പുലയ, അതുപോലെ തന്നെ കുറവായിരുന്നു അന്ന്, അതുപോലെ തന്നെ സാമ്പവ സമുദായങ്ങളിൽ പെടുന്ന ആളുകളാണ്. അവർ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്തിരി വെള്ളം കോരി കൊടുത്താൽ എൻ്റെ അടുത്ത് പറയും. അപ്പം അത് അവരെ എത്ര പ്രായമുള്ളവരെയായാലും നമ്മൾ പേരാ വിളിക്കുന്നത്, ദേവി എന്ന് വിളിക്കും. അവർ ദേവി എന്നാണ്, പക്ഷെ അവർ ദേവി എന്നാണ് അവരുടെ പേര്. ഇത് ദേവി എന്ന് പറയുന്നത് ആരാന്നറിയാം, എൻ്റെ അമ്മൂമ്മയാവും പ്രായമുള്ളവരാണ് അവർ. പക്ഷേ പേരെ നമ്മൾ വിളിക്കുന്നത് അന്ന്, കാരണം അങ്ങനെ അവർക്ക് വിളിക്കാൻ പാടുള്ളൂ. അപ്പം അവര് കുഞ്ഞാൻ ഇച്ചിരി വെള്ളം കൊരുത്താം കിണറ്റിന്ന് അവർക്ക് വെള്ളം കോരാൻ അവകാശമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അവരാരും ഒന്നും പറയാറില്ല. എൻ്റെ ഉമ്മായും വാപ്പായും ആ രീതിയിൽ അങ്ങനെയുള്ളവരല്ല. പക്ഷേ അവർ തയ്യാറല്ല. ഞാൻ പറയും, എനിക്ക് മനസ്സില്ല, തന്നെ അങ്ങോട്ട് കോരി കുടിക്കും, കുഞ്ഞ് ഇച്ചിരി വെള്ളം കൊരുത്താം, നിങ്ങൾ കോര് എന്ന് പറഞ്ഞ് ഞാൻ പോയി നിന്ന് കോരിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് വെള്ളം എൻ്റെ കിണറ്റിൽ നിന്ന്, വീട്ടിലെ കിണറ്റിൽ നിന്ന്. പിന്നെ അവർക്ക് വീട്ടിലാർക്കും അതിന് എതിരെ ആരും പറയാറില്ല. എൻ്റെ ചെറുപ്പത്തിലായാൽ പോലും ഞാൻ പറയുന്നതിന് എതിരെ എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പായോ ഉമ്മായോ പറയാറില്ലായിരുന്നു. അപ്പോൾ അതിന് ആർക്കും തടസ്സമില്ല. വീട്ടിലെ ആളുകളെയൊക്കെ വിളിച്ച്, അതായത് ഇവർ വീട്ടിൽ കയറത്തില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ പട്ടികജാതിയിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവർ പറയട്ടില്ലെങ്കിൽ ഞാനവരെ തോളെ കേട്ടുകൊണ്ട് നടക്കും.
അവരെൻ്റെ വീട്ടിൽ കയറ്റും ഇരുത്തും. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയ മുറുമുറുപ്പൊക്കെ ഇവർക്കുണ്ടായിരുന്നെങ്കിലും ഞാനിത് നന്നാവത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ അവരങ്ങ് കളഞ്ഞു, അവിടെ പ്രശ്നമില്ല. അതോടുകൂടി അതങ്ങ് മാറി. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ മഹാത്മാഗാന്ധി മുറ്റത്തിരുത്തിയിട്ട് ഈ നമ്പൂതിരി അകത്തിരുന്ന് സംസാരിച്ചു. അപ്പം മഹാത്മാഗാന്ധി പറഞ്ഞു, ഇത് ഏറ്റവും വലിയ അനീതിയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? നമ്പൂതിരി ഒരു കാര്യം ചെയ്യണം, ഏതെങ്കിലും വിധത്തിൽ ദ്വിഭാഷയുടെ സഹായത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടിട്ട് ഇവരെ വഴി നടക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ നമ്പൂതിരി പറഞ്ഞ മറുപടിയാണ് അതിനകത്ത് വളരെ പ്രസക്തം. അത് വൈക്കത്തപ്പന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, വൈക്കത്തപ്പന് ഇയാളുടെ മടിയിലിരിക്കുന്നതെന്നാണ് ഇയാളുടെ ധാരണ. ഇയാളുടെ മടിയിൽ ചുരു വെച്ചേക്കാണ് വൈക്കത്തപ്പനെ. അപ്പം അത് ഇഷ്ടമല്ല, നടന്നില്ല. ഗാന്ധിജി നിരാശനായി തിരിച്ചുപോയി. ആണ്ട വന്നു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് അവസാനം ആ വൈക്കം സത്യാഗ്രഹം വിജയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ കെ പി കേശവമേനോൻ തുടങ്ങിയ ഒരുപാട് വലിയ പ്രതിഭകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. വാഗ്ഭടാനന്ദ സ്വാമികൾ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. അപ്പോൾ ഇത് ഏതായാലും അവസാനം ഇത് നടന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാലത്തിൻ്റെ കാവ്യനീതി എന്ന് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഈ നമ്പൂതിരിയിരുന്ന അഹങ്കാരം പറഞ്ഞ മനയില്ലേ, അത് ഇന്ന് എന്താണെന്നറിയോ? ഇന്ന് CITUവിൻ്റെ ചെത്തു തൊഴിലാളി യൂണിയൻ്റെ ഓഫീസാണ്. അതാ നടക്കുന്നത്. CITUവിൻ്റെ ചെത്തു തൊഴിലാളി യൂണിയൻ്റെ ഓഫീസാണ് ഇന്നത്. അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് ഞാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിക്ക് പ്രവേശനം കൊടുക്കാതിരുന്ന ഈ മന എന്ന് പറയുന്നത് ഇന്ന് ആരാണ് അവിടെ വാഴുന്നത് എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇത് നമ്മൾ തിരിച്ചറിയണം. അത് ഈ 100-ാം വാർഷികത്തിൽ ഈ യുഗപുരുഷന്മാർ കണ്ടുമുട്ടിയ ഈ 100-ാം വാർഷികത്തിൽ എനിക്ക് അത് വളരെ ഒന്ന് പറയേണ്ട കാര്യമായി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഗാന്ധിജി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഗുരുവിനെ കാണാൻ വന്നപ്പോൾ ഇവർക്ക് പരസ്പരം ഭാഷകൾ അറിയില്ല. ഗാന്ധിജി ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഉറുദു അറിയാം. പക്ഷേ അദ്ദേഹത്തിന് അപ്പം പറഞ്ഞു, ഇവിടെ നമുക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഗാന്ധിജി ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു. അതാ ഒരു രസകരമായ ചോദ്യമാണ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അതിലൊരു ചെറിയ പുച്ഛരസമുണ്ട് കലർന്നിരുന്നതായിട്ട് ഗുരുവിന് തോന്നിയിട്ടുണ്ട്. അപ്പം ഗുരു അങ്ങോട്ട് ചോദിച്ചത് എന്തെന്നറിയോ? സംസ്കൃതം അറിയില്ലല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ വലിയ അടുപ്പമായി, വലിയ ആത്മബന്ധമായി. പിന്നെ അത് ദ്വിഭാഷയായിട്ട് ശ്രീ കുമാരനാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവസാനം ഇവർ തമ്മിൽ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ആശയങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അവരുടെ മനസ്സിനൊരു വലിയ ഐക്യരൂപം ഉണ്ടായി. ഇതൊക്കെ വന്നു. അപ്പോൾ ഗാന്ധിജി പണ്ട് വിശ്വസിച്ചിരുന്ന ഗാന്ധിജിയുടെ പ്രമാണം എന്ന് പറയുന്നത് മനുഷ്യൻ കാലത്തിനനുസരിച്ച് മാറണം, കാലത്തിൻ്റെ നടത്തിപ്പനുസരിച്ച് മാറണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പറയും, ഗാന്ധിജി പണ്ട് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ പിന്നെ പറഞ്ഞതെന്ന് ചിലർ പറയും. അത് വിവരദോഷമാണ്. അത് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു, കാലത്തിനനുസരിച്ച് ഞാൻ മാറണം. ഞാൻ തെറ്റാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസ പ്രമാണം തെറ്റാണെന്ന് കണ്ടാൽ കാലം കഴിയുമ്പോൾ എന്നെ സമൂഹം തിരുത്തുമ്പോൾ ഞാൻ തിരുത്തപ്പെടണം, ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല എന്നുള്ളതാണ് ആ മഹാത്മാവിൻ്റെ ചിന്ത. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ പറയാൻ കാര്യം, ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യം ഗാന്ധിജിയുടെ വിശ്വാസം, 2-ാം വട്ടമേശ സമ്മേളനം വരെ ഗാന്ധിജി കൊണ്ടുവന്ന പ്രിൻസിപ്പിള് ദൈവം സത്യമാണ് എന്നുള്ളതാണ്. പക്ഷേ 2-ാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞു വന്നപ്പോൾ മഹാത്മാഗാന്ധി അത് മാറി. മഹാത്മാഗാന്ധി മാറിയിട്ട് പറഞ്ഞു, സത്യമാണ് ദൈവം എന്ന് പിന്നെ എടുത്തു. ട്രൂത്ത് ഈസ് ഗോഡ്. അതുവരെ ദൈവം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം മാറ്റിമറിക്കാൻ തയ്യാറായി. അതായത് സത്യമാണ് ദൈവം എന്നുള്ള ആ പ്രിൻസിപ്പിളിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെയുള്ള 2 മനുഷ്യർ തമ്മിൽ കണ്ടതാണ്. മനുഷ്യരെന്നവരെ പറയാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം ഇതൊക്കെ ഓരോ യുഗത്തിനുമൊക്കെ ഇങ്ങനെയുള്ള ഓരോ പിറവിയേ ഉണ്ടാകുള്ളൂ. ഇവരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്തൊക്കെ നന്നായനെ. ഏതെങ്കിലും ഈ നവോത്ഥാനത്തിൻ്റെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിൽ അമരക്കാരൻ എന്ന് പറയുന്നത് തന്നെ ഇവരൊക്കെ അല്ലേ അമരക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സഹോദരയ്യപ്പൻ, നമുക്ക് മറക്കാൻ പറ്റുന്ന ആളല്ല. ഗാന്ധിജി പറഞ്ഞു, അതായത് ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പോൾ ഗാന്ധിജി അതിനെ പറഞ്ഞ എന്താണെന്നറിയോ? ഗാന്ധിജി ചോദിച്ചു,
എല്ലാ അതായത് ഹിന്ദു മതത്തിൽ മോക്ഷപ്രാപ്തി കിട്ടത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഗുരു പറഞ്ഞ മറുപടി എന്തെന്നറിയും? ഹിന്ദുമതം മാത്രമല്ല, എല്ലാ മതങ്ങളിലും മോക്ഷപ്രാപ്തി ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. ഒരു മതത്തിൻ്റെ അല്ല, സർവ്വമത സൗഹാർദ്ദം, അതാണ് ഗുരു അന്ന് കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ്. അത് ഇന്നും വളരെ പ്രസക്തമായ പ്രിൻസിപ്പിളാണ്. നമ്മുടെ ഭരണഘടന പറയുന്നത് തന്നെ സർവ്വമത സൗഹാർദ്ദമല്ലേ? അതല്ലേ ആർട്ടിക്കിൾ 25. നമ്മുടെ ഭരണഘടന പറയുന്നത് പോലും അതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള രണ്ട് മഹാത്മാക്കൾ ഗാന്ധിജി അവിടെ തിരുത്തി. ഗാന്ധിജി തിരിച്ചറിയുന്നു, ശരിയാണ്, ഹിന്ദുമതത്തിൽ മാത്രമല്ല മോക്ഷപ്രാപ്തി, എല്ലാ മതങ്ങളിലും മോക്ഷപ്രാപ്തി ഉണ്ട് എന്നുള്ളത് ഗുരുവിൻ്റെ അഭിപ്രായം ഗാന്ധിജി ഉൾക്കൊള്ളുകയാണ് അവിടെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി ശരിയല്ല എന്ന് കണ്ടാൽ അതിനെ തിരുത്തണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മഹാത്മാവിൻ്റെ ധാരണ. അതായിരുന്നു, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് ഇങ്ങനെയുള്ള രണ്ട് പേര് തമ്മിൽ കണ്ടുമുട്ടിയ ഈ ദിവസം, ഈ സുദിനം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. മഹാത്മാഗാന്ധി ഗുരുവിൻ്റെ ശിഷ്യനായി മാറി എന്നുള്ളതാണ് സത്യം. കാരണം ഗാന്ധിജിയുടെ പിന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ആ രീതിയിൽ ഗാന്ധിജി കിട്ടിയ സ്വീകരണത്തെക്കുറിച്ച്, ശിവഗിരിയിലൊക്കെ കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്വീകരണമാണ് ഗാന്ധിജി കിട്ടിയത്. അത് ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് അത് കൊടുത്തത്. പക്ഷെ ഗുരു ഇറങ്ങിപ്പോയാണ് ഗാന്ധിജിയെ കാറിനകത്ത് കയറ്റി യാത്രയാക്കുന്നത്, ഗാന്ധിജി തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകുമ്പോൾ. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഞാനൊരു മനുഷ്യനെന്ന് പോലും അദ്ദേഹത്തെ പറയുന്നില്ല, കാരണം മനുഷ്യർക്കുള്ള പരിമിതികളിൽ ഒക്കെ മറികടന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗുരു. അതേപോലുള്ള മനുഷ്യരുടെ പരിമിതികൾ മറികടന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി. ഈ രണ്ട് യുഗപുരുഷന്മാർ തമ്മിൽ കണ്ട ഈ ദിവസം നമ്മൾ ഇന്ന് ഓർമ്മിക്കണം.